കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയം അതെന്തുമാകട്ടെ, നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈശോയിൽ നിന്ന് നമ്മളിലേക്ക് ഉത്തരം ലഭിക്കുന്ന പ്രതീക്ഷയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക്, തിരുമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് വചനമാണ്. സങ്കീർത്തനം 34-ന്റെ 5 നമ്മൾ കാണുന്നത്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ അരികിലേക്ക് എത്രയോ തകർന്ന മനുഷ്യർ കടന്നു വന്നു. ആർക്കും സഹായിക്കാൻ പറ്റാത്ത മനുഷ്യർ, ആർക്കും സഹായിക്കുവാൻ ലിമിറ്റേഷനാണ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് അവർ നോക്കുകയാണ് ചെയ്തത്. പലപ്പോഴും കർത്താവ് അവരെ വലിയ പഠനങ്ങൾ കൊടുക്കുകയോ അവരെ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരെ സ്നേഹത്തോടെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ശരീരത്തിൽ, അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ സൗഖ്യം ലഭിച്ച മനുഷ്യരുടെ ജീവിതം പിന്നെ പാടെ മാറി മറിയുകയാണ്. കർത്താവിൻ്റെ സ്പർശനം ലഭിച്ചവരുടെ ജീവിതം, അവരുടെ ജീവിതം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈശോയുടെ വചനത്തെ നമ്മൾ കാണുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് ആ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കുക. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ ദൈവം. എന്നെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്, എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എന്നെ അറിയുന്ന വ്യക്തിയാണ്, എന്നെ ഒരു നാളും തള്ളിക്കളയാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. അവിടെ എനിക്ക് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ തിരുമുഖത്തുണ്ട്, ആ ദൈവത്തിൽ എനിക്കുണ്ട്. രക്തസ്രാവക്കാരി, ഇന്ന് ആ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണാം. രക്തസ്രാവക്കാരി ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഈശോനെ കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു ഭാഗം. അവിടെ ഒരുപാട് പേര് ആ വ്യക്തിനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. കാരണം രക്തസ്രാവമുള്ള ഒരു വ്യക്തിക്ക് സമൂഹ മധ്യത്തിൽ കടന്നു വരുവാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരെ വേണമെങ്കിൽ ജയിലിൽ പിടിച്ച് മതപുരോഹിതർക്കിടാവുന്നൊരു കാലഘട്ടം. പക്ഷേ കർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കൊരു പ്രകാശം കടന്നു വരും. യേശുവിൽ എനിക്ക് ഒരു വിടുതൽ ലഭിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു ഉത്തരം എനിക്ക് കിട്ടും എന്ന വലിയൊരു പ്രത്യാശയും വിശ്വാസവുമാണ് ആ സഹോദരീനെ ഈശോനെ കാണുവാൻ വേണ്ടി വലിയ ദാഹത്തോടെ ആ ഒരു പ്രേരണയിൽ ആ ഭവനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അവിടെ പ്രതിസന്ധികളിലേക്കല്ല ആ വ്യക്തി നോക്കിയത്, ഈശോയിലേക്ക് മാത്രമാണ് നോക്കിയത്. ഏത് വിധേനയും എനിക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ ഒരു അരികിൽ, ആ അറ്റത്ത് എങ്കിലും എനിക്കൊന്ന് സ്പർശിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യം. അവിടെ മനുഷ്യർ കളിയാക്കുന്നുണ്ടായിരിക്കും, ആക്രോശിക്കുന്നുണ്ടായിരിക്കും, വഴക്ക് പറയുന്നുണ്ടായിരിക്കും, ചുറ്റും പലരും വന്ന് പലതും പറയുന്നുണ്ടായിരിക്കും, കല്ലെറിയുന്നുണ്ടായിരിക്കും. അവരതിലേക്കൊന്നും നോക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എനിക്ക് യേശുവിനെ കാണണം, ഈശോനെ കാണണം, ഈശോയുടെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും എനിക്ക് തൊട്ടാൽ മതി. ഈ മനുഷ്യരെന്നെ പലതരത്തിൽ അവോയ്ഡ് ചെയ്യുകയും നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും, പക്ഷേ ഈശോ എന്നെ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ മതപുരോഹിതരും അന്നത്തെ ഫരിസേരും ഒക്കെ അവോയ്ഡ് ചെയ്ത, വലിയ വാല്യൂ ഒന്നും കൊടുക്കാതെ മാറ്റി നിർത്തിയ വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ. ആ സാധാരണക്കാരായ മനുഷ്യർക്ക് യേശു എന്നുള്ളത് വലിയൊരു പ്രത്യാശയായിരുന്നു. അതായത് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്തെ ഫരിസേരും സദുക്യരും നിയമജ്ഞരും ഇവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവരുടെ കയ്യിലെ പൈസയും മറ്റും എല്ലാം എടുത്തുകൊണ്ട് പോവുക. ഓരോ കാര്യം പറഞ്ഞ് അന്നത്തെ സിനഗോഗിലെ ഓരോ കാര്യങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് ഈ മനുഷ്യരിങ്ങനെ ഓട്ടത്തിനിടയിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുന്ന സന്ദേശങ്ങളെല്ലാം അന്നത്തെ ഫരിസേരും സദുക്യരും നിയമജ്ഞരും എല്ലാവരും കൂടി മനുഷ്യരുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിമിത്തം അവരൊന്നാമത്തെ ടയേർഡാണ്. ഏത് വീട്ടിലെ കാര്യങ്ങൾ ഓടണം, അതിൻ്റെ പുറത്തുകൂടെയാണ് ദൈവം തന്നെ ശിക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളെ അടിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മനുഷ്യരുടെ പൈസ എല്ലാം കൊണ്ട് പിരിച്ചുകൊണ്ട് പോവുക. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കര പ്രത്യാശ യേശു എന്ന് പറഞ്ഞാണ്. അതായത് സാധാരണക്കാരനായ ആൾക്കാർക്ക്, ഞാൻ പറയുന്നത് മതപുരോഹിതർക്കോ ഫരിസേർക്കോ ലേവ്യർക്കോ സദൂക്യർക്കോ ഒന്നും കർത്താവിന് ഇഷ്ടമില്ല. ഈ സാധാരണ മനുഷ്യർക്ക്, മുക്കുവർക്ക്, ഡെയിലി വേജസ് ജോലിക്കാർക്ക്, ഇത് ഈ പറയുന്ന സമൂഹത്തിലെ വലിയ മതപുരോഹിതരും ബിസിനസ്സുകാരും അങ്ങനെയുള്ള റോമക്കാരും ഒക്കെ അവരുടെ കമാൻഡേഴ്സൊന്നും വലിയ വില കൊടുക്കാത്ത, സിനഗോഗ് അധികാരികളൊന്നും വലിയ വില കൊടുക്കാത്ത, ഒരു വാല്യൂം കൊടുക്കാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യർക്ക് ഭയങ്കര പ്രത്യാശയാണ് യേശു. ആ പ്രത്യാശയുടെ കാരണം യേശു അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു.
കാരണം മറ്റാരും തരാത്ത ഒരു വാല്യൂ യേശു ഈ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ തന്നെ പറഞ്ഞത്. നമുക്ക് നല്ല സമരിയക്കാരൻ്റെ ഉപമ വീണ്ടും പറയേണ്ട ആവശ്യം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കഥയല്ലേ നല്ല സമരിയക്കാരൻ്റെ കഥ. കാരണം യേശു എന്ന് പറയുന്നത് ഈ സാധാരണക്കാർക്ക് ഏറ്റവും അക്സെപ്റ്റ്, അവർക്ക് ഏത് സമയത്ത് ഓടി വരാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം നമുക്കൊരാൾക്ക് നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ഓടി ഒരാളുടെ അടുത്ത് ചെന്ന് അവരോട് ആ വിഷമം പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു റിലീഫാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച വന്നു, ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ലൈഫിലുണ്ട്, ഇത് ആരോടെങ്കിലും ഒന്ന് പറയൂ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് എല്ലാം ശരിയാവുന്നേ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്ന ഒരു സാന്ത്വനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിൽ പവറാണ്. അപ്പം ഈ ഒരു സംഭവമാണ് അന്നത്തെ കാലത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ഒരു 80% ആൾക്കാർക്കും യേശുവിൽ നിന്ന് കിട്ടിയത്. ഇതാണ് ആ ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം. അതൊരിക്കലും മതപുരോഹിതരിൽ നിന്നോ ഫരിസേയരിൽ നിന്നോ അല്ല, സാധാരണക്കാരുടെ ഇടയിലാണ് കർത്താവിൻ്റെ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ അവരിലേക്ക് അവർക്കൊരു വാല്യൂ ഉണ്ടെന്ന് യേശു പറയുക. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവരിതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് എന്നാ വിലയുണ്ടെന്നാണ് പറഞ്ഞ്. ഈ സാധാരണക്കാരായ ഞങ്ങൾക്കൊരു വിലയില്ല, ഞങ്ങളുടെ നടുവിൽ ഇതേണ്ട ഇവിടെ ഫരിസേയരുണ്ട്, സദുക്യരുണ്ട്, നിയമജ്ഞരുണ്ട്, അവരല്ലേ ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ഞങ്ങൾക്കൊക്കെ എന്നാ വിലയുള്ളതെന്ന് പറയുമ്പോൾ കർത്താവ് ഈ പറഞ്ഞ മാറ്റി നിർത്തിയ മനുഷ്യരെ എല്ലാം കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ കൂടെ പാട്ട് പാടുന്നു, അവരുടെ കൂടെ നടക്കുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഹിസ്റ്ററി പോലും നോക്കാതെ അവൻ്റെ തലയിലോട്ട് കൈവച്ച്, ഈ ഫരിസേയൻ ഇവൻ മഹാഭാവിയാന്ന് പറഞ്ഞ് വലിയ ബന്ധനത്തിന് കീഴിൽ കിടക്കുന്നവനാ, ഇവനെയൊന്നും ഒരിക്കലും ദൈവം തിരിഞ്ഞു നോക്കിയാലെന്ന് പറഞ്ഞ ടീംസിനെയൊക്കെ കർത്താവ് അങ്ങ് കൈവച്ച് സൗഖ്യമാക്കുക. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യുവമാർക്ക് പിടിച്ചിട്ട് നിൽക്കുന്നില്ല, എങ്ങനെയെങ്കിലും യേശുവിനെ കൊടുക്കണം. ഇതാണ് അവരുടെ ഉള്ളിലെ ഈ ഒരു എന്താ പറയുന്നത്, കർത്താവിൻ്റെ ആ കൃപയുടെ സുവിശേഷത്തെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് കർത്താവ് ദേവാലയത്തിൽ കയറി വന്ന് നാണയം അവിടെ ബിസിനസ് ചെയ്യുന്നവരെല്ലാം തട്ടിമറിച്ചിടുകയും എൻ്റെ ദേവാലയം നിങ്ങൾ കൊള്ളക്കാരുടെ സങ്കേതമാക്കി എന്നൊക്കെ പറഞ്ഞ് പിന്നെ വളരെ കർക്കശമായിട്ടാണ് യേശു സിനഗോഗ് അധികാരികളോടും മതപുരോഹിതരോടും ഫരിസേയരോടും കർത്താവ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരിക്കലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന സാധാരണക്കാരന മനുഷ്യൻ്റെ ഇടയിൽ കർത്താവിൻ്റെ പ്രവർത്തനം നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. എത്ര വലിയ മഹാഭാവിയാണേലും ആ വ്യക്തിയെ ചേർത്ത് നിർത്തുവാണ്. മേരി മാഗ്ദലിൻ വ്യഭിചാരം ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടു. പക്ഷെ വ്യഭിചാരം ചെയ്തപ്പോൾ 2 പേരിലെ വ്യഭിചാരം ചെയ്യുന്ന ഒരാൾ തന്നെ വ്യഭിചാരം ചെയ്യുകയല്ലോ, കൂടെയുള്ള ആളെന്തിയെന്നുള്ള ആ മെയിൽ ഫിഗർ അവിടെ ഇല്ല. അപ്പം ചിലർ ചില കാഴ്ചപ്പാടിൽ നിലനിൽക്കുന്ന ഒരു ഫരിസേനാണ്, ഒരു ജൂത മതപുരോഹിതനാണ് ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മെയിൽ അവിടെ ഇല്ല. ആ മെയിൽ പിക്ചറിനെ അവിടെ മറച്ച് കാണിച്ച് ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. മോശ നിയമത്തിൽ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിയമം കൊടുത്ത ആളുടെ മുമ്പിലോട്ട് തന്നെ വന്ന് ചോദിക്കണം, മോശ നിയമത്തിൽ പറഞ്ഞേക്കുന്നത് ഇതാണ്, ഇവിടെ നീ ഇതിനെക്കുറിച്ച് നീ എന്താ പറയുക? അപ്പം കർത്താവ് നിയമത്തെ കൊടുത്ത എവിടെയാ? സീനായ് മല മുകളിൽ അല്ലേ? ആ കൽപ്പലകളിൽ എഴുതി നിയമം കൊടുത്തതാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ വൾണറബിലിറ്റി, ഒരു മനുഷ്യൻ്റെ തകർച്ച, അവൻ കടന്നു പോകുന്ന അവസ്ഥകൾ, ആ അവസ്ഥകളെ കൂടി മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ആകുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈശോ. എല്ലാ ഭാഗങ്ങളും അറിയും. അപ്പം മഗ്ദല മറിയ എന്താണ്, ആരാണ്, അവളുടെ ജീവിതാവസ്ഥ എന്താണ്, ജീവിത സാഹചര്യം എന്താണ്, വളരെ വ്യക്തമായിട്ട് കർത്താവിന് അറിയാം. അവൾ കടന്നുപോയ അവസ്ഥകൾ എന്താണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് അവളെ കാണാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് നേരത്ത് അവളുടെ അരികിൽ വന്നു. കാരണം അവളുടെ ഉള്ളിൽ അവൾ കടന്നുപോയ പ്രശ്നങ്ങൾ എത്ര മാത്രം ഉണ്ടെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് കർത്താവ് അവളുടെ അരികിൽ വന്നിട്ട് പറയാം, നീ എന്നോട് ചോദിക്കുകയും യഥാർത്ഥത്തിൽ നീ തിരയുന്ന ജീവന്റെ ജലം ഞാൻ നിനക്ക് തരുമല്ലോ, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു മോളെ, നിനക്ക് വേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണെന്ന് നിന്നേക്കാൾ ഉപരിയായിട്ട് എനിക്കറിയാം. ഹല്ലേലൂയ. മേരി മാഗ്ദലിനെ കർത്താവ് അത്രയും മനുഷ്യര് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ് മുൻപിൽ നിൽക്കുന്ന, ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവളെ കർത്താവ് രക്ഷിച്ചെടുക്കുകയാണ്. കർത്താവ് തന്നെയാണ് കൽപ്പലകളിലല്ല നിയമം എഴുതി മോശയ്ക്ക് കൊടുത്തത്. അതേ കർത്താവ് നിലത്തെഴുതുകയാണ്. കാരണം കർത്താവിന് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്തും. നമ്മുടെ ഹിസ്റ്ററി, എന്ത് കാര്യവും നമുക്ക് വേണ്ടി കർത്താവിന് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഒരു ബോധ്യതാണ്, ഈശോ എന്നെ മനസ്സിലാക്കുന്നു. ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ. കർത്താവ് എന്നെ മനസ്സിലാക്കുന്നു. പിന്നെ പറയും, മേലിൽ നീ പാപം ചെയ്യരുത്. പക്ഷെ അവിടെ ആദ്യം നൽകിയത് എന്താ? അക്സെപ്റ്റൻസ് ആണ്. ഐ അക്സെപ്റ്റ് യു, ഐ നോ യു, ഐ അണ്ടർസ്റ്റാൻഡ് യു. അപ്പം ആ അക്സെപ്റ്റൻസിനകത്ത് വലിയൊരു ആന്തരിക സൗഖ്യം മേരി മാഗ്ദലിന് ലഭിക്കുകയാണ്. വലിയൊരു ആന്തരിക സൗഖ്യം മേരി മാഗ്ദലിന് ലഭിക്കുകയാണ്.
ഹല്ലേലൂയ. ആ, ഇതൊരിക്കലും ജൂതന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാനുഷികമായ രീതിയിലൂടെ അതിനെ കാണുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം, കർത്താവിൻ്റെ ഹൃദയം, ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ ഹൃദയം, ആ ഹൃദയം ഇന്ന് നമുക്ക് വേണ്ടി, ആ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു സന്ദേശം കർത്താവ് തരുന്നുണ്ട്. കർത്താവിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരുമില്ല. ഈശോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരെയും പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ ആരുമില്ല. കർത്താവിൻ്റെ ആ ഒരു പകരക്കാരനായിട്ട്, ആ ഒരു പ്ലേസിൽ ഇപ്പം നമുക്കൊരു കർത്താവിനെ പോലെ ആകാൻ നമുക്ക് ശ്രമിക്കാം. ഏത് പുരോഹിതനും വചനപ്രഘോഷകനും ശുശ്രൂഷകനും ഒക്കെ നമുക്കെല്ലാം കർത്താവിൻ്റെ മക്കൾക്കും നമ്മുടെ അപ്പനെ പോലെ ആകാൻ ശ്രമിക്കാം. പക്ഷേ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിം. കർത്താവായിട്ട് ആരുമില്ല. കർത്താവിൻ്റെ ആ ഒരു ഡിവൈൻ ലവ്, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹത്തിന്, അത് ലോകത്ത് വേറെ ആർക്കും അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഡിവൈൻ നേച്ചറാണ് കർത്താവിൻ്റെ ഡിവൈൻ നേച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ കാണും, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർക്ക് കർത്താവിനെ നോക്കിയവരിലേക്ക് ആ പ്രകാശം കടന്നു വന്നു. അവനെ നോക്കിയവർ പ്രകാശിതരായിരുന്നു. ഈശോനെ നോക്കിയവർ പ്രകാശിതരായി, ഈശോനെ കണ്ടവർ പ്രകാശിതരായി. അപ്പം അവരുടെ ഉള്ളിലെ ആ ഒരു റിയൽ ഐഡന്റിറ്റിയെ കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. അവർ പല കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്, നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ്. എന്നിട്ട് ഈ സമരക്കാരൻ്റെ ഉമ്മയൊക്കെ ഈശോ പറയുന്നത്, ഒരു സമരക്കാരൻ വന്നിട്ട് ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോവുക, അതിലൊരു പുരോഹിതൻ കടന്നുപോയി, ലേവ്യൻ കടന്നുപോയി, അവർ തിരിഞ്ഞു നോക്കണില്ല. അപ്പം ഇത് പറയുമ്പം അന്നത്തെ പുരോഹിത സമൂഹത്തിനും അന്നത്തെ കാലത്തെ വചനപ്രഘോഷകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെല്ലാവരും മനുഷ്യരെ ഒരു കമ്മോഡിറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവരൊരു കമ്മോഡിറ്റി, ഇത് ഒരു കമ്മോഡിറ്റി, നമുക്ക് കുറച്ച് പൈസ കിട്ടാനും നമ്മൾ പറയുന്ന കേൾക്കാനുമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ യേശു എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ്, അതുകൊണ്ട് അവരുടെ ഉള്ളിൽ വെളിച്ചു വരിപ്പുണ്ട്, അവർ ദൈവത്തിൻ്റെ മക്കളാണ്, അവർ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്. അത്രയും നാളും ഈ എന്നാ പറയുന്നത്, ഒരു രോഗമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള മനുഷ്യരെ നിങ്ങൾക്ക് പൂക്കുറ്റി ബന്ധനമാണ്, നിങ്ങൾക്ക് അതാണെന്നൊക്കെ പറഞ്ഞ് ഇവരിൽ നിന്ന് കിട്ടാവുന്ന പൈസയെല്ലാം പല തരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ആൾക്കാർ. അപ്പം അങ്ങനെയുള്ളവരുടെ ഇടയിലോട്ട് യേശു വന്നിട്ട് പറയുകയാണ്, ഇത് ബന്ധനമൊന്നുമല്ല, ഇത് ദൈവപ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അവസ്ഥ, ഇത് ദൈവപ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം ശിഷ്യന്മാർ തന്നെ ചോദിക്കും, ഈശോയെ ഇവൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ? ഇപ്പം ഈശോ പറയാണ്, ഇത് ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് കൊടുക്കുന്നത്, ഇത് ആരുടെയും പാപമൊന്നുമല്ല, ഇത് ഇവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്, ഇവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇന്ന് ലൈഫിൽ ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ആ സ്ട്രഗിളിനെ നമ്മൾ എങ്ങനെയാണ് കാണണ്ടേ? ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെ അതിനെ കാണേണ്ടത്? ഇത് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ഈശോയ്ക്ക് ഇടപെടാൻ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ സംജാതമായിരിക്കുകയാണ്. ഈശോയുടെ ചില പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടി, ഈശോയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഒരു ഏരിയ ഇൻ അവർ ലൈഫ് അത് തുറക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അവിടെ ഈശോയുടെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്. ആരുടെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്? കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്, ഈശോയുടെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈശോയുടെ ഒരു പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടി ഒരു നമ്മുടെ ലൈഫിലെ ഒരു ഏരിയ അത് തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പം അവിടെ അന്നത്തെ കാലത്തെ മനുഷ്യരും അന്ന് ഒത്തിരി പേരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും പലയിടത്തും ആൾക്കാർ ഓടി നടക്കും. അപ്പം ഈ ഓടി നടക്കുന്ന മനുഷ്യർക്ക് പലപ്പോഴും യേശുവിൻ്റെ അരികിൽ വരുമ്പോഴത്തേക്കും കർത്താവ് അവിടെ കഠിനമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കർത്താവ് ജസ്റ്റ് വരുന്ന മനുഷ്യരെല്ലാം കാണുന്നു, അവരുടെ കൈവെക്കുന്നു, അവർക്ക് സൗഖ്യം കൊടുക്കുന്നു, കൈവെക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം? ഇത്ര നാൾ ഞങ്ങൾ കണ്ടേക്കുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാറ്റേൺ എങ്ങനെയാണ്? ഇവർക്ക് ജെറുസലേം മുഴുവനും അല്ലെങ്കിൽ ഇവരുടെ ജൂതന്മാരുടെ ഒത്തിരിയും റിച്വൽസ് ഉണ്ട്. അപ്പോൾ ഈ റിച്വൽസുകളും പല കാര്യങ്ങളും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ദൈവത്തിൽ നിന്നെങ്കിലും ഒരു ഗ്രേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അന്ന് സാക്രിഫൈസുകളൊക്കെ ഉണ്ടായിരുന്നു, ആനിമൽ സാക്രിഫൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു ആൾക്കാർ,
കർത്താവ് അവരെ കരം വെക്കുന്നു, കരം വെച്ച് അവരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് സൗഖ്യം കിട്ടുന്നു. എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അവരോട് പറയുക, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. അപ്പം വാട്ട് ഈസ് ഈ ട്രൈങ് ടു ഡു? ഇതെന്താണ് ഈ വ്യക്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അപ്പം ഫരിസേർക്ക് സദുക്കർക്ക് നിയമനർക്കും പിടികിട്ടുന്നല്ലേ ഈ സംഭവങ്ങൾ. അപ്പം ഇവര് പല തരത്തിൽ കർത്താവിനെ കൊടുക്കാൻ നോക്കുവാണ്. എന്നിട്ട് അവർ പറയാൻ തുടങ്ങി, ഈ വ്യക്തി എന്നുള്ളത് ഇത് നമ്മുടെ ആശാരി ജോസഫിന്റെ മോനല്ലേ, ആശാരി ജോസഫിന്റെ മോൻ, അമ്മയെ നമുക്കറിയാമല്ലോ മേരി, ഇവനെവിടുന്ന ഈ വിജ്ഞാനമൊക്കെ കിട്ടിയേക്കുന്നത്? നമുക്കറിയാവുന്നൊരു പുള്ളിയല്ലേ, ഇതിലെ നടക്കുന്നൊരു പുള്ളി. അപ്പം കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കി പറഞ്ഞു, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിൽ ഈശോ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം മതപുരോഹിതരെ നോക്കിയാണ് പറയുന്നത്. കാരണം അവിടെയെല്ലാം അവരുടെ റിലീജിയസ് സ്പിരിറ്റ് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന് എതിരായിട്ട് നിൽക്കുകയാണ്. അതായത് ജൂതന്മാരുടെ റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൂയിഷ് പീപ്പിൾ, ഞങ്ങൾ ജൂതന്മാർ, ലോകത്തിലെ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യർ, ഞങ്ങളാണ് മറ്റെല്ലാവരേക്കാൾ ശ്രേഷ്ഠർ. അപ്പം അന്നവർ വേർപാടിൻ്റെ മതിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, വേർപാടിന് മതിലൊക്കെ കെട്ടിപ്പൊക്കി. അപ്പം ഒരു മനുഷ്യൻ റെസ്പെക്ട് ചെയ്യത്തില്ല. ഐ ആം സുപ്പീരിയർ, ഹയർ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫരിസേനാണ്, സദൂക്യനാണ്, ഞാൻ നിന്നെക്കാളും വലിയവനാണ്, എനിക്ക് നിന്നെക്കാളും അറിവുണ്ട്, അപ്പം ഞാൻ എളിമയില്ല. ഇതവിടെ നിൽക്കുക. അപ്പോൾ ഈ റിലീജിയസ് സ്പിരിറ്റിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മുഴുവൻ അവർ പുച്ഛിക്കുക. യേശുവിൻ്റെ എല്ലാ സൗഖ്യങ്ങളെയും പുച്ഛിക്കുന്നു, യേശു ചെയ്യുന്ന ഓരോ അടയാളങ്ങളെ പുച്ഛിക്കുന്നു, യേശു ചെയ്യുന്ന സകല സംഭവങ്ങളെ ഇതിനൊന്നും വലിയ കാര്യമില്ലെന്ന്, ഇതൊക്കെയല്ലോ ഈ അത്ഭുതങ്ങളൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല, ഞങ്ങൾ അതിനും വലിയ പണ്ഡിതന്മാരല്ലെന്ന് പറഞ്ഞ് അന്നത്തെ ജൂതന്മാർ നിൽക്കുക, അന്നത്തെ ഫരിസേരെ സദുക്കരെ നിൽക്കുക. അപ്പം കർത്താവ് ഇവരുടെ അടുക്കൽ ചെന്ന് പല തരത്തിൽ ഈശോ വളരെ സിമ്പിളായിട്ട് എളിമപ്പെട്ട് അവരുടെ ഇടയിൽ പല പ്രവർത്തികളും പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഇവരടുക്കുന്നില്ല. ഇവരുടെ റിലീജിയസ് സ്പിരിറ്റ് കാരണം കർത്താവിന് അവരുടെ ഇടയിൽ ഒരൊറ്റ അത്ഭുതം പോലും ചെയ്യാൻ പറ്റുന്നില്ല. അത് വചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയ്ക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഒരൊറ്റ അത്ഭുതം ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ തന്നെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അവരുടെ ഉള്ളിലെ ബോക്സിനകത്ത് അവരിങ്ങനെ അവരെ തന്നെ അടച്ചിട്ടു. ആ ഒരു കൺഫൈൻഡ് സ്പേസ് അവരുണ്ടാക്കിയത് നിമിത്തം കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. എന്നാൽ തെരുവുകളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മനുഷ്യർ, അവർക്ക് ബൈബിളിലെ പഴയ നിയമത്തിലെ വലിയ പാണ്ഡിത്യോ വചനമൊന്നും അറിയാൻ മേല. കർത്താവ് അവരെ അങ്ങ് ചേർത്ത് നിർത്തി. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് ശക്തി ഫീൽ ചെയ്തു. അവർ പെട്ടെന്ന് വിശ്വസിച്ചു, ഈ മനുഷ്യൻ സ്പെഷ്യലാണ്, ഈ ആളുടെ ഉള്ളിൽ എന്തോ ശക്തിയുണ്ട്. അവർ ബ്ലൈൻഡായിട്ട് കർത്താവിനെ വിശ്വസിച്ച സകല മനുഷ്യർക്കും അനുഭവം. എല്ലാവരുടെയും ജീവിതം മാറുകയാണ്. എല്ലാവരും ട്രാൻസ്ഫോം ആവും. മദ്യപാനികൾ തൊട്ട് സകല മനുഷ്യരുടെയും ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരുടെ ഇടയിലോട്ടങ്ങ് ഇറങ്ങി നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഇത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞങ്ങൾ ഇത്രയും നാളും കൽപ്പന പഠിപ്പിച്ചു, ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു, കൊച്ചാക്കി, ഇടിച്ചു താഴ്ത്തി, ചവിട്ടി താഴ്ത്തി, വില കുറച്ച് കണ്ട ഈ മനുഷ്യരുടെ ഇടയിലോട്ട് ആ ആശാരിയുടെ മകൻ വന്നിട്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തി അവരുടെ കൂടെ ഇരുന്ന് ഫുഡും കഴിച്ചു. പക്ഷെ ഒരു കാര്യം നടക്കുന്നു, അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് പറ്റാത്തൊരു സംഭവം ഇതെങ്ങനെ സാധിക്കുന്നു? ഈ വ്യക്തി അങ്ങനെ ആശാരിയുടെ മകനല്ലേ? അപ്പൊ ഇത് കർത്താവിനെ ഇങ്ങനെ കൊച്ചാക്കുന്ന കാര്യം ഭയങ്കരമായിട്ടങ്ങ് കൂടിയ സമയത്താണ് ഈശോ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്ത് പ്രവേശിക്കും കേട്ടോ. മുഖത്ത് നോക്കി പറയാം, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാർ, അത് ഇവരേറ്റവും നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടിരിക്കുന്ന രണ്ട് ഗ്രൂപ്പാണ്, ചുങ്കക്കാരും വേശ്യകളും. നിങ്ങൾക്ക് മുമ്പേ അവരായിരിക്കും കയറുന്നത്. ഇതൊക്കെ യേശുവിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾക്ക് മുമ്പേ, അത് എന്നും എന്നേക്കും അന്വർത്ഥമാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് മുമ്പേ, കാരണം ആ മനുഷ്യർ തകർന്ന മനുഷ്യരാണ്. നിങ്ങളവരെ ക്ലാസിഫൈ ചെയ്തു. പക്ഷെ അവരുടെ തകർച്ച എന്താണെന്നും അവരെങ്ങനെ ഈ അവസ്ഥയിൽ പെട്ടെന്ന് എനിക്കറിയാം, കർത്താവിനറിയാം. ഒരു മനുഷ്യൻ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകും. ആ തകർന്ന അവസ്ഥയെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈശോ. എന്തുകൊണ്ടാണ് ഈശോയിലുള്ള വിശ്വാസം ഇത്ര പ്രസിദ്ധമാകാൻ കാരണം? ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡായത് ലോകത്തിലെ ഏറ്റവും തകർന്നു കിടന്ന മനുഷ്യർക്കിടയിലോട്ടാണ്, ആരോരുമില്ലാത്തവർക്കിടയിലോട്ടാണ്. ഒരു വാല്യൂവും ജനങ്ങളും മതവും ലോകവും തരാത്ത മനുഷ്യർക്കിടയിലോട്ടാണ്. ആ മനുഷ്യരാണിത് എംബ്രേസ് ചെയ്തത്. ആ മനുഷ്യരുടെ ദൈവമാണ്, അവരുടെ നായകനാണ് യേശു. അപ്പം ആദിമസഭയിലെ പരിശുദ്ധ കുർബാന എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഗുഹയ്ക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ. കാരണം ഈ ജൂതന്മാരും റോമാ ഗവൺമെന്റും ഇവന്മാരെ, ഈ പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയെങ്കിലും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞുകൂടി നടക്കുക. അപ്പോൾ ഇവരെവിടെയെങ്കിലും ഇരുന്ന്
കർത്താവിനെ ഓർക്കും, കർത്താവിൻ്റെ മരണത്തെ ഓർക്കും. ആ സ്ഥലത്തേക്ക് ദിവ്യകാരുണ്യത്തിൽ കർത്താവിൻ്റെ ശക്തിയാണ്. ആ ദിവ്യകാരുണ്യം യേശു തന്നെയാണ്. ആ യേശുവിൻ്റെ ശരീരവും രക്തവും ഈശോനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഈശോ പിന്നെ ജീവിക്കുകയായിരുന്നു. ആ സമൂഹത്തിലെ ആദിമസഭയിലെ ഓരോ വ്യക്തിയും ഓരോ ഈശോയായി മാറി ജീവിക്കുകയായിരുന്നു. അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈശോയുടെ പ്രവൃത്തി ഓരോ വ്യക്തികളിലൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണ് ആദിമസഭ സാധാരണ കുറേ മനുഷ്യർ, മീൻപിടുത്തക്കാരും വലിയ എന്നാ പറയുന്നത് സാധാരണ മനുഷ്യർ, പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നു. പക്ഷെ അവരെല്ലാം ഭയങ്കര സ്നേഹത്തിലാണ്. കാരണം അവർക്ക് ഉള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ യേശുവിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഈ സഭയുടെ ഈ ഒരു തുടക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പം ആ സിംപ്ലിസിറ്റിയിലേക്ക് ദൈവം ഈ 2024 അല്ലെങ്കിൽ ഇനിയുള്ള കുറേ നാളുകൾക്കുള്ളിൽ ലോകത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. ഇതൊരു പ്രോഫറ്റിക്കൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് എടുക്കാം. സിംപ്ലിസിറ്റിയിലേക്ക്, സിംപ്ലിസിറ്റി ഈശോയുടെ ആ ഒരു സിംപ്ലിസിറ്റി. ഹല്ലേലൂയ. അപ്പം ഈശോയുടെ മുഖത്ത് നോക്കിയവർ, ഈശോനെ കണ്ടവർ പ്രകാശിതരായി. അപ്പം അന്ന് വരെ അവർക്ക് ദൈവം, മതം, വിശ്വാസം എന്നുള്ളത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നെങ്കിൽ അന്ന് മുതൽ ഈ പാവപ്പെട്ടവർക്ക് ഈശോനെ കണ്ട നാൾ മുതൽ അവർക്ക് പിടികിട്ടി, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇനി ഞങ്ങൾ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് എഫെസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. എഫെസോസ് ലേഖനം 2-ാം അധ്യായം ഒന്ന് വായിക്കാം കേട്ടോ. അപ്പം ഈ ഒരു തിരിച്ചറിവ് കിട്ടിയ സാധാരണക്കാരായ മനുഷ്യരോട് അപ്പോസ്തലൻ പറയുകയാണ് ലേഖനം എഴുതുമ്പോൾ, നിങ്ങൾ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. എഫെസോസ് 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒന്നും കൂടെ വായിക്കാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പം കരവേലയാണെന്ന് പറയുന്ന ഈ മനുഷ്യർ നിങ്ങളിപ്പം കേൾക്കുമ്പോൾ ഓർക്കും, ഇവർ ഭയങ്കര സംഭവമാണല്ലോ ഈ എഫെസോസിലുള്ള ആൾക്കാർ. ഈ എഫെസോസ് എന്ന് പറഞ്ഞ പട്ടണം ഇന്നത്തെ ആംസ്റ്റർഡാം പോലത്തെ ഒരു പട്ടണമായിരുന്നു. അത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം എന്താ പറയുന്നത് ചൂതാട്ട സങ്കേതങ്ങളും ചൂതാട്ട കേന്ദ്രങ്ങളും വേശ്യാലയങ്ങളും തെരുവോരങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു മോഡേണിൻ്റെ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും വേഴ്സ്റ്റ് ലാസ് വേഗസ് എന്നൊക്കെ പറയുന്ന പോലെ ചൂതാട്ടങ്ങളുടെ കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റിയായിരുന്നു ഈ എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലം. ടർക്കിയിലുള്ള ഒരു സ്ഥലം, ഇന്നത്തെ ഒരു ആംസ്റ്റർഡാം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം അന്ന് അവിടെ ജൂതന്മാരൊന്നും ഇല്ല. അങ്ങനെ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിലോട്ട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ആ സ്ഥലത്ത് ചെന്ന് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, ഷെയർ ചെയ്തു. അന്നത്തെ കാലത്ത് ഇങ്ങനെ വലിയ കൺവെൻഷൻ പോലത്തെ പ്രസംഗത്തിനുള്ള അവസരം തെരുവിലൊക്കെ ആൾക്കാരോടൊക്കെ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തപ്പം മനുഷ്യരിൽ യേശുവിനെക്കുറിച്ച് കേട്ടവരിൽ വലിയ മാറ്റങ്ങൾ വന്നു. അങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോൾ ആദ്യം ഒരുപാട് എതിർപ്പുകളൊക്കെ വന്നു. പക്ഷെ പിന്നീട് ക്രമേണ ആ സ്ഥലത്ത് വലിയൊരു കോൺഗ്രിഗേഷൻ രൂപപ്പെട്ടു. ഈശോനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരുടെ അന്നത്തെ ചരിത്രം പറയുന്നത് 30,000-ലധികം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. ജൂതന്മാരല്ലാത്ത ക്രിസ്ത്യാനികളുടെ അത് പൗലോസ്ലീഹയുടെ ശുശ്രൂഷയിലൂടെയാണ് എഫെസോസിൽ അത്രയും വലിയൊരു സമൂഹം ഉണ്ടായത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അവരുടെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വളരെ തകർന്ന മനുഷ്യരായിരുന്നു, പാപാവസ്ഥയിൽ കഴിഞ്ഞ മനുഷ്യരൊക്കെ ആയിരുന്നു. പക്ഷേ അവർ ഈശോനെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അവരുടെ ലൈഫിൽ അവർക്ക് മിസ്സിങ് ആയിട്ട് കിടന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ലായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഒരു വലിയ സമൂഹം ഈശോയിലേക്ക് കടന്നു വന്നു വെച്ചാൽ അവരൊക്കെ പുതിയൊരു മനുഷ്യരായി, അവരുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആയി. അങ്ങനെ ട്രാൻസ്ഫോംഡ് ആയ ആൾക്കാരോടാണ് അപ്പോസ്തലൻ പറയുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരായിരുന്നു ഒരു ചരിത്രത്തിൽ പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മയൊക്കെ ഈ ജൂതന്മാർ ഭയങ്കര പേഴ്സിക്യൂഷൻ ഇസ്രായേലിൽ നടക്കുന്ന സമയത്ത് യോഹന്നാൻ ശ്ലീഹായും പരിശുദ്ധ അമ്മയും കൂടെ ഈ എഫെസോസിലോട്ട് പോയി. അപ്പം അന്ന് അവിടെയുള്ള അവരായിരുന്നു സംരക്ഷണം ഒരുക്കി, അന്ന് വളരെ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെയൊക്കെ കാത്തു പരിപാലിച്ചത്. അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതൊക്കെ വെച്ചായിരുന്നു അത് സംഭവിച്ചതെന്നൊക്കെയുള്ള ഒരു ചരിത്രമുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ ആണ് അത് സംഭവിച്ചതെന്നൊക്കെയുള്ള ഒരു ചരിത്രം തുർക്കിയിൽ ചെല്ലുമ്പോൾ
നമ്മൾ അവിടെ അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ലൊക്കേഷൻ എക്സാക്ട്ലി ഇവിടെയാണ് ഇന്ന സ്ഥലം എന്നൊന്നും സഭ വ്യക്തമാക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചരിത്രം നമ്മൾ എഫേസോസിലുണ്ട്. എഫേസോസിൽ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരു ചരിത്രമാണ് നിലനിൽക്കുന്നത്. ആ എഫേസോസിലുള്ള കർത്താവിൻ്റെ മക്കൾക്ക് പൗലോസ്ലീഹ എഴുതുന്ന ഈ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കരവേലയായി തീരുകയാണ് ഈശോനെ നോക്കുമ്പോൾ, ഈശോയിൽ ആശ്രയിക്കുമ്പോൾ, ഈശോയിലേക്ക് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ. ഇന്നേ ദിവസം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളെ മുൻപിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നതെന്ന് കണ്ടേ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും. നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വചനപ്രഘോഷകൻ, ഒരു കൗൺസിലർ, അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് അയച്ചു കാണാം. പ്രയർ റിക്വസ്റ്റ് അയച്ച വ്യക്തി നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് റിപ്ലൈ ചെയ്തില്ലായിരിക്കും. ചിലപ്പോൾ അത് ഞാനായിരിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മറുപടി കിട്ടുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് ആരാധിക്കുന്ന ഒരു വചനപ്രഘോഷകൻ, ഒരു കരിസ്മാറ്റിക് വലിയ പ്രഭാഷകൻ, ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടാക്കാം. ഇതെല്ലാം കാരണം നിങ്ങൾ ഓർക്കുന്നു, ദൈവം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ അതിൽ നിന്നെല്ലാം ദൈവം വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. ഈശോയ്ക്ക് പകരക്കാരനാകാൻ ആർക്കും പറ്റത്തില്ല. ഈശോയ്ക്ക് പകരക്കാരനായിട്ട് ആരുമില്ല. ഈശോയുടെ സ്ഥാനത്ത് നമ്മളെ എല്ലാവരും ദൈവം പകരക്കാരായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവം, അതിൻ്റെ ഫുൾനെസ്സിൽ ആരിലും നമ്മൾ കാണുന്നില്ല. അത് കർത്താവ് മാത്രമാണ്. എന്നാൽ ആ ഒരു ഫുൾനെസ് ഈശോനെ അറിഞ്ഞ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാതിരപ്പിയുടെയൊക്കെ ജീവിതത്തിൽ നോക്കുമ്പോൾ അങ്ങനെ രൂപാന്തരപ്പെട്ടവരാണ് സഭയിൽ ആ ഒരു വലിയ ക്രിസ്തുവിനെ അതിനെ ഫുൾനെസ്സിൽ അനുകരിച്ച അനേക വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ തൊട്ടരികിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്. ദിവികാരുണ്യ സന്നിധിയിൽ കടന്നു പോകുമ്പോൾ ദിവികാരുണ്യത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നിന്നെ ഞാൻ അറിയുന്നു, നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു. നിന്റെ ഈ വേദനയിൽ, നിന്റെ ഈ തകർച്ചയിൽ, നിന്റെ ഈ വിഷമത്തിൽ, നിന്റെ ഈ ബുദ്ധിമുട്ടിൽ, നിന്റെ ഈ ആകുലതയിൽ, നിന്റെ ഈ ഇല്ലായ്മയിൽ, നിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ കൊതിക്കുന്നു. നിന്നോടൊപ്പം ഞാനുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നോടൊപ്പം ഞാനുണ്ട്. ഈ പ്രയാസത്തിൽ നിന്നോടൊപ്പം ഞാനുണ്ട്. നിന്നോടൊപ്പം ഇരുന്ന് ഞാൻ നിന്റെ കഥ രചിക്കുകയാണ്. ഇന്ന് ഈശോയുടെ ആ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറിനെ റീറൈറ്റ് ചെയ്യാൻ കർത്താവിന് പറ്റും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂച്ചർ നൽകാൻ കർത്താവിന് പറ്റും. അപ്പസ്തോലൻ്റെയൊക്കെ ഭാഷയിൽ അപ്പസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് 2 കൊരിന്ത്യർ 5-ാം 14-ാം വാക്യം 14-17 ഈശോയിലായിരിക്കുന്ന ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നത്. ഈശോയിലായിരിക്കുന്ന ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ്. അതായത് ഈശോ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം പിന്നെ ഈശോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അയാളുടെ ഫ്യൂച്ചർ, ഈശോ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ ഈശോയുമായിട്ട് കണക്റ്റഡാണ്. ഈശോ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ ഈശോയുമായിട്ട് കണക്റ്റഡാണ്. അപ്പം ഇനി വിശ്വസിക്കേണ്ടത് എൻ്റെ ഫ്യൂച്ചർ. പണ്ടൊരു ഈ ജാതകമൊക്കെ എഴുതിയൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ആദ്യം വിശ്വസിച്ച് പോരുന്നൊരു വ്യക്തിയാണ്. അപ്പം അതിനകത്ത് പറഞ്ഞ പോലൊക്കെ തന്നെയാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ പുള്ളി പേടിച്ച് അവസാനം പുള്ളി ചിന്തിക്കും, ഇനി ഇതിനകത്ത് പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കുന്ന ഓർത്തിരിക്കുമ്പോൾ പുള്ളി ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ ഇനി നീയാകട്ടെ. എൻ്റെ ഉള്ളിൽ വന്ന് നീ ഇരിക്കണം. ഞാൻ നിന്നിൽ മരിക്കുന്നു, ഇനി എന്നിൽ ജീവിക്കുന്നത് നീയാണ്. ഈശോയാണ് എൻ്റെ ഫ്യൂച്ചർ. ആ പറഞ്ഞ സമയം മുതൽ പുള്ളി അത് വിശ്വസിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ കരങ്ങൾ വിട്ടുകൊടുത്ത് പറഞ്ഞു, എൻ്റെ ഫ്യൂച്ചർ നീ ഈശോ. ഇനി എന്നും പറയുന്നത് എൻ്റെ ഫ്യൂച്ചർ ഈശോയ്ക്ക് എന്നൊക്കെ ഉണ്ടോ ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ മുഴുവൻ ആ ഫുൾനെസ്, ആ രാജാവിൻ്റെ മഹത്വമാണ് എൻ്റെ ഫ്യൂച്ചറിൽ നീ വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്.
ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി പറയുന്ന ഈ മൊത്തം എഴുതിയതെല്ലാം റൂട്ട് മാറിപ്പോയി, എല്ലാം വേറെ ലെവലിലാണ് പോകുന്ന കാര്യങ്ങൾ, മൊത്തം വേറെ ആംഗിളിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ഒരു ഫെലോഷിപ്പിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എല്ലാ കാര്യത്തെ മാറ്റുകയാണ്. ചിന്തിച്ചിട്ടില്ലാത്ത വാതിലുകൾ തുറക്കപ്പെടുന്നു, വഴികൾ തുറക്കപ്പെടുന്നു. അപ്പോൾ അതൊന്നും അപ്പം ഇദ്ദേഹം പറയും, ഈ വാതിലുകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സ് അഹങ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുന്നത്. പക്ഷേ മനസ്സിനോട് പറയും, ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഇത് എൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല, ഇത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത് നടക്കുന്നത്. അപ്പം മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്ത് എളിമപ്പെടുക. ആ എളിമപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹവും ജീവിതത്തിലേക്ക് കടന്നു വരും. അതാണ് സുഭാഷിതങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയാണ്. അത് ഇന്ന മനുഷ്യൻ, ഏത് മനുഷ്യനും കേട്ടോ, ഇന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമൊന്നും അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ദൈവഭക്തിയും വിനയവുമുള്ള ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം കൊടുക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പം ഈ രണ്ട് സംഭവമാണ്, വിനയം, ദൈവഭക്തി. വിനയം, എളിമ. നമ്മൾ ഇതിനകത്തിപ്പം പലപ്പോഴും മനുഷ്യരുടെ ഈ ആന്തരിക മുറിവ് കാരണമാണ് എനിക്ക് വേറെ ആളുടെ മുകളിൽ കയറി ആൾക്കാലം ബെറ്ററാന്ന് പ്രൂവ് ചെയ്യണമെന്നൊരു സംഭവം ഉള്ളിൽ വരുന്നു. പക്ഷെ ആ ഒരു മേഖലയിൽ ഹീലിംഗ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിനയമേ, ഞാൻ അതിന് വേറെ ആൾ മുമ്പേ ആളാകുമ്പോൾ അയാൾക്ക് അങ്ങനെ ആളാകാൻ തോന്നുന്നു, അയാൾ ആളായിക്കോട്ടെ, ഞാൻ അയാളെക്കാൾ എളുപ്പപ്പെട്ട് നിൽക്കാതെ. അത് യേശു പറഞ്ഞു, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കാണുക, അവർ നിങ്ങളോട് ചെയ്യേണ്ട നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പം ഈ ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. മൊത്തത്തിൽ വലിയൊരു ഫ്രീഡം ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഈ യേശുവിൻ്റെ ജീവിതവും ഈ ടീച്ചിങ്സും പ്രിൻസിപ്പിൾസും എല്ലാം ഇത് സിമ്പിളാണ്. ഇതൊരു മനുഷ്യനെ ഏറ്റവും ഫ്രീഡത്തിൽ ജീവിക്കാൻ വേണ്ടി കർത്താവ് നൽകുന്ന സംഭവങ്ങളാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് പിടികിട്ടിയേ. അതായത് ദൈവം സ്നേഹമാകുന്നു, ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു. ദൈവം എന്നെ ഒരു കമ്മോഡിറ്റി ആയിട്ടല്ല കാണുന്നത്. ഏത് അന്നത്തെ മതപുരോഹിതരും ഫരിസേരും സദുക്കരും മനുഷ്യരെ ഇവനെ എങ്ങനെയെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യണം, ഇവനെ എങ്ങനെയെങ്കിലും കമ്മോഡിറ്റി ആക്കണം. അന്ന് കാശുള്ളവന് പദവികളും പൊസിഷൻസും ഇതെല്ലാം കൊടുക്കുവാണ് അന്നത്തെ സിനഗോഗുകളിൽ. സാധാരണക്കാരെ മനുഷ്യൻ അവിടുത്തെ സിനഗോഗിൽ പോയി അവനൊരു വിലയില്ല. അപ്പം ഇതെല്ലാം കർത്താവ് മാറ്റുക. സാധാരണക്കാരൻ്റെ ദേഹത്ത് തോളെ കൈയും കിട്ടി, അവൻ മുക്കുവരെയൊക്കെ ശിഷ്യന്മാരുമാക്കി. അപ്പം ഇതൊന്നും അന്നത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നുള്ള ഫരിസേരെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ വരുമ്പോൾ അല്ലെങ്കിൽ മിശിഹ വരുമ്പോൾ ഇതിനു വേണ്ടി പഠിച്ച് തയ്യാറായി ഒരുങ്ങിയിരിക്കുന്ന PhD സ്കോളേഴ്സായ ചില പണ്ഡിതന്മാരായ പഴയ നിയമ ആൾക്കാരെയാണ് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത് സാധാരണക്കാരായ മനുഷ്യരാണ്. അത് സാധാരണക്കാരായ മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനൊരു കാര്യത്തിലേക്ക് വരുമെന്ന് പോലും ചിന്തയില്ലാത്ത വളരെ സാധാരണക്കാരായ വ്യക്തികൾ. അപ്പം ദൈവത്തിന് ഒരു വ്യക്തി ഉപയോഗിക്കുവാൻ ആ വ്യക്തിയുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സ്. നിങ്ങളെ ദൈവത്തിന് ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദൈവത്തിന് അതിശക്തമായി നിങ്ങളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്താണെന്നറിയോ, എപ്പോഴും ഒരു മൈക്ക് എടുത്ത് പിടിച്ച് ഏതെങ്കിലും ടെൻറ്റിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് ഒരു കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ള ഒരു മതപരമായ തെറ്റിദ്ധാരണ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. അതല്ല ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് കേട്ടോ. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് നിങ്ങളൊരു നേഴ്സാകാം, നിങ്ങളൊരു ഒരു ഡ്രൈവറാകാം, നിങ്ങളൊരു എഞ്ചിനീയർ ആകാം, നിങ്ങളൊരു ക്ലീനറാകാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ അവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പല രീതിയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാം, പല തലത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാം, പല രീതിയിൽ ആ ഒരു എന്താ പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ഈശോ ആഗ്രഹിക്കുന്നതാണ്. ഈശോയുടെ വലിയ ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഈ ഒരു റെസ്പെക്റ്റിൻ്റെ കൾച്ചർ ജനറേറ്റ് ചെയ്യണം ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യരും റെസ്പെക്റ്റ് ചെയ്യുക. ആ റെസ്പെക്റ്റിൻ്റെ കൾച്ചർ, പീപ്പിൾ ആർ നോ ലോങ്ങർ എ കമ്മോഡിറ്റി. യേശുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു 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 ജീവിതത്തിൻ്റെ തന്നെ ഒരു കർത്താവിൻ്റെ ഒരു എന്താ പറയുന്നത് മെസ്സേജ് ഇതായിരുന്നു. ഒരു വിശ്വാസി എന്നുള്ളൊരു കമ്മോഡിറ്റി അല്ല, ആ വിശ്വാസി റെസ്പെക്ട് ചെയ്യേണ്ട വ്യക്തിയാണ്. അവൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്, വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വാത്സല്യ ഭാജനമാണ്. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ്, വേണ്ടപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തിയാണ്. ഞാനീ പറയുമ്പോൾ ആരെങ്കിലും ഒഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. കർത്താവ് അന്ന് സുവിശേഷം
പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ഒഫൻസീവായിട്ട് ഫീൽ ചെയ്തു. അത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഒഫൻസീവായിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഈശോയുടെ സ്നേഹത്തെയും കരുണയും കുറിച്ച് പറയുമ്പോൾ ചില പെന്തക്കോസുകാരും പല വിഭാഗക്കാർ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർക്കും, കാരണം അവരുടെ ഉള്ള റിലീജിയസ് സ്പിരിറ്റ് അങ്ങ് കയറുക. റിലീജിയസ് സ്പിരിറ്റ്, അത് ഈ പഴയ നിയമത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് കാരണം പറയുക അതും ഇതുപോലെ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ചീത്തവിളികളൊക്കെ ആയിരിക്കും വായിച്ചു നോക്കുന്നത്. ഇവരൊക്കെ വചനപ്രഘോഷകരാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത വിളിക്കും. കാരണം കർത്താവ് മനുഷ്യരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അന്നും ഉള്ളൊരു പ്രശ്നമായിരുന്നു. ഈശോ പാപികളുടെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അന്നത്തെ കാലത്തുള്ളവർക്ക്, റിലീജിയസ് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തിനാ യേശു അവരുടെ പോയി ഭക്ഷണത്തിന് ഇരിക്കുന്നത്? അവർ ചോദിച്ച ചോദ്യം, എന്തിനാണ് ഈ പാപികളുടെ കൂടെ പോയി ഭക്ഷണത്തിനിരിക്കുന്നത്? കർത്താവ് ഉത്തരം കൊടുത്തു, നീതിമാന്മാർക്കല്ല പാപികൾക്കാണ് വൈദ്യനെ കൊണ്ട് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, പാപികൾക്കാണ് എന്നെ കൊണ്ട് ആവശ്യം. അവർക്കാണ് എന്നെ വേണം. അവർക്ക് ദേ നീഡ് മീ. നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ, വലിയ സംഭവം പറഞ്ഞിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, ഇവർക്ക് എന്നെ വേണം, ഞാൻ അവരോടൊപ്പം ഇരുന്നോളാം. ഇവർ പാവങ്ങളല്ലേ, അവരാണെങ്കിൽ കറുത വാ യേശു വാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എന്തൊരു ധൈര്യം എന്നറിയോ. പല സ്ഥലത്തും ജോലി ചെയ്യുന്ന ചേച്ചിമാർക്ക്, ആൻറ്റിമാർക്ക്, ഞാൻ ഈ ഒരു ഭാഷ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ആവാൻ വേണ്ടി കേട്ടോ, അവർക്കൊക്കെ കർത്താവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ മനുഷ്യൻ്റെ കൂടെ ഈ വർത്തമാനമൊക്കെ കേട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ എന്നാ സുഖമെന്നറിയാം കിടന്നുറങ്ങാൻ. ഈ മനുഷ്യൻ്റെ കൂടെ ഞങ്ങളിങ്ങ് നടക്കും. അപ്പോൾ എവിടെ യേശു പോകുന്നു അവിടെ എല്ലാം ഈ മനുഷ്യരെല്ലാം ഫോളോ ചെയ്യുക. അപ്പോൾ കർത്താവ് ബീച്ചിൽ പോയിരിക്കും, അല്ലെങ്കിൽ കർത്താവ് മലയുടെ മുകളിൽ പോയിരിക്കും. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് അതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളിലൂടെ നടക്കും. കാരണം നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. അപ്പോൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുക. ഇന്ന് ഈ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറയും, ഈശോ ഇന്ന് ഈ കേട്ട മെസ്സേജിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ, ഞാൻ നിനക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞൊരു സാക്ഷിയാണ്, തീപ്പെട്ടി കമ്പനി ജോലി ചെയ്യുന്നൊരു ചേച്ചി. അപ്പം ചേച്ചി ഈ മെസ്സേജൊക്കെ കേട്ടിട്ട് ചേച്ചി അവിടെ വർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും പറഞ്ഞു, എനിക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, അവർക്കൊക്കെ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് ചേച്ചി ഒരു സാക്ഷ്യം ഒക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു. ഞാൻ ബ്രദറെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യേശു വരെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞു. ഒരു പാവപ്പെട്ട ഒരു സാധാരണ ചേച്ചി ഒന്ന് ഓർത്ത് നോക്കി, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരിലൂടെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ചില ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി എൻ്റെ പൊന്നോ, ഈ കാലഘട്ടത്തിലെ ചില കൗൺസിലേഴ്സിനെ, വചനപ്രഘോഷകരെ കാണാൻ വേണ്ടി ആരൊക്കെ റെക്കമെൻഡ് ചെയ്യണം, ആരൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? നിങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ കർത്താവ് അനുകൂലമായിട്ട് നിൽക്കുക. അന്ന് നടന്ന സംഭവം ഇതാണ്. ഞാനിത് പറയുമ്പോൾ ടേക്ക് ഇറ്റ് ഇൻ ദ പോസിറ്റീവ് വേ കേട്ടോ. ഞാനീ പറയുന്ന ഒരിക്കലും വചനപ്രഘോഷകരെയോ അല്ലെങ്കിൽ പള്ളിയിലുള്ള അച്ഛന്മാരെയോ ഒന്നും നമ്മൾ മോശക്കാരൊക്കെ കാണിക്കുന്നില്ല. അവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അതാണ് ആസ് എ ക്രിസ്ത്യൻ നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, മനുഷ്യരിൽ ഫ്ലോസ് ഉണ്ട്. ഈശോ ജൂതന്മാരോട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കർത്താവിൻ്റെ ഹൃദയത്തിൽ അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഈശോയുടെ ഹൃദയത്തിൽ എന്നാ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് പറയുകയാണ്, പിതാവ് ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. കർത്താവിൻ്റെ ഫാമിലിയല്ലേ ഇത്. കാര്യം കർത്താവിന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കർത്താവിന് അവരെ വേണ്ടപ്പെട്ടവരാണ്. പിന്നെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നിമിത്തം നിങ്ങളെ ഏതെങ്കിലും വചനപ്രഘോഷകനോ പള്ളിയിലച്ഛനോ വൈദികനോ ആരെങ്കിലും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് കേട്ടിട്ട് അവരോടുള്ള വിഷമം കൂടുവല്ല, ഈശോയോടുള്ള സ്നേഹം നിമിത്തം അവരോടുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയാകട്ടെ. അതിനാണ് ഈ മെസ്സേജ് പറയുന്നത് കേട്ടോ. ഈ മെസ്സേജ് കാരണം നിങ്ങളുടെ പള്ളിയിലച്ഛനോട്, നിങ്ങളുടെ വൈദികനോട്, നിങ്ങളെ വിഷമിപ്പിച്ച വചനപ്രഘോഷകർ ആരെങ്കിലുമൊക്കെ നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹം ഈശോയെ പ്രതി കൂടുതൽ വർദ്ധിക്കുവാനിടയാകട്ടെ. അവരെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണുകളിൽ ആ സ്നേഹം പ്രതിഫലിക്കട്ടെ. നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്ന വ്യക്തികളെ കാണുമ്പോൾ ഈശോ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആ സ്നേഹം അവിടെ വർദ്ധിക്കുവാനിടയാകട്ടെ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ എളിമപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലെന്നേ. കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക, വിനയവും ദൈവഭക്തി ഉള്ളവന് സമ്പത്തും ബഹുമാനവും ആയുസ്സും എല്ലാ നന്മകളും കർത്താവ് തരും. അപ്പോൾ എളുപ്പപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവിടെ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പിലോ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിലോ നിൽക്കുന്നു, നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നു, ഒതുക്കുന്നു. ഞാനെപ്പോഴും കേൾക്കുന്നു, എന്നെ ഒതുക്കുവോ, എനിക്കൊരു അവസരം തരുന്നില്ല. വേണ്ടെന്നേ.
അവസരം തരുന്നില്ല. നിങ്ങളെ ചവിട്ടിത്താഴ്ത്തു ഒതുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഒരാളുണ്ടല്ലോ, കാണുന്ന ഒരാളില്ലേ? കാണുന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയാൻ മേലേ? ആൾ നിങ്ങളെ അനുഗ്രഹിക്കത്തില്ലേ? ആ ആൾ നിങ്ങളുടെ മേൽ തൻ്റെ അഭിഷേകത്തെ പകരത്തില്ലേ? ജോസഫിൻ്റെ അവസാനം പൊട്ടക്കിണറായിരുന്നു? അല്ല, ജോസഫിൻ്റെ അവസാനം പൊട്ടക്കിണറല്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികളും വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. കർത്താവിന് വേണ്ടി നിന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കൊച്ചാക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടിയായിട്ട് കർത്താവ് ഈ ഭൂമി വെച്ച് തന്നെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ അതിന് തക്കതായ സംഭവം റിവാർഡ് കർത്താവ് ഇവിടെ എന്തായാലും സ്വർഗത്തിലും തരും. അത് കർത്താവിൻ്റെ ക്വാളിറ്റി, നേച്ചർ. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആരെങ്കിലും, ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും, ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും മൈൻഡ് ചെയ്തില്ല, നിങ്ങളെ ആരെങ്കിലും പരിഗണിച്ചില്ല, നിങ്ങളെ ആരും അംഗീകരിച്ചില്ല, നിങ്ങൾക്കാരും പൂച്ചണ്ട് തന്നില്ല. കർത്താവിന് ആരാ പൂച്ചണ്ട് കൊടുത്തേ? അന്നത്തെ കാലത്തും വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വലിയ പദവികളും സംഭവങ്ങളും എല്ലാം കൊടുക്കും. അപ്പം കർത്താവിന് പൂച്ചണ്ടൊന്നും കൊടുത്തില്ല. പക്ഷേ കർത്താവിന് പൂച്ചണ്ട് പോലും മേടിക്കാൻ പൈസ ഇല്ലാത്ത കുറേ മനുഷ്യർ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ കുറേ മനുഷ്യർ ഇങ്ങനെ കൂടെ വന്നിരിക്കും. ഹല്ലേലൂയ. ആ കർത്താവിന് വേണ്ടി ഈ ദിവസം, ഈ 2024 ജനുവരി 5-ാം തീയതി ഇന്നും 10,000-കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളാകാൻ തയ്യാറായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈശോയ്ക്ക് വേണ്ടിയുണ്ട്. ഈശോയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കുന്ന 10,000 യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഇന്നേ ദിവസമുണ്ട്. അത് ലോകത്ത് വേറെ ആർക്കുമില്ല. ഇന്നേ ദിവസം തയ്യാറായിട്ടുള്ളവരുണ്ട്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ, ലോകം മുഴുവൻ. അവരാരെങ്കിലും ഏതെങ്കിലും അംഗീകാരം കിട്ടാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ ഈ സ്നേഹത്തെ മനസ്സിലാക്കിയവരാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈവനിങ്ങിലെ ഈ ഒരു മെസ്സേജിലൂടെ ഈശോ നിങ്ങളെ സ്പർശിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഈശോയെ ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും തിരിച്ചറിയുവാൻ, കൂടുതൽ എളിമയോടെ ജീവിക്കുവാനും ഞങ്ങളെ ഓരോ വ്യക്തികളെ സഹായിക്കണം. ജീസസ് നെവർ കൺസിഡർ യു ആസ് എ കമ്മോഡിറ്റി. ഈശോയ്ക്ക് നിങ്ങളൊരു കമ്മോഡിറ്റി അല്ല, നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ്. ഈശോയ്ക്ക് നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് കർത്താവിന് പലപ്പോഴും ആൾക്കാർക്ക് ചിന്താഗതിയുണ്ട്, പള്ളി പോകുന്നതെല്ലാം, പള്ളി എന്ന് പറയുന്ന സിസ്റ്റം മുഴുവൻ നമ്മുടെ പൈസ ലൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. കർത്താവിന് നമ്മുടെ ആരുടെയും പൈസ ഒന്നും വേണ്ട. ജീസസ് ഡിഡ് എവറിത്തിങ് ഫോർ us. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സഭയുടെ ഓരോ കാര്യത്തിനും നമ്മൾ സമ്പത്ത് കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്നു? അത് നമുക്ക് തന്നെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് ബൈബിൾ കാണുന്നത്. അത് ഇൻറ്റിമിഡേഷനായിട്ടൊന്നും ചെയ്യില്ലെന്ന് ഈശോ പറഞ്ഞു. അതായത് അത് കൊടുത്തേ പറ്റൂ, അങ്ങനെയല്ല. നമ്മൾ പള്ളിയിൽ ഒരു നേർച്ച ഇടുകയോ ഒരു സ്തോത്രക്കാഴ്ച ഇടുകയോ ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടെ ചെയ്യണമെന്ന് പറയുന്നത്. അത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ട് നമ്മൾ ആ ഒരു തലത്തിൽ കാണുക. പക്ഷേ ഈശോനെ കാണേണ്ടത് എങ്ങനെയാണ്? ഈശോയ്ക്ക് ഇതെല്ലാം വേണം. ഈശോയ്ക്ക് പൈസ എല്ലാം കൊണ്ടുപോകണം. ഈശോയ്ക്ക് ഇതൊന്നും വേണ്ട. ഈശോയ്ക്ക് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കും. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നന്മകൾ ചെയ്യുമ്പോഴും ഇത് കാണുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം നമുക്ക് എല്ലാത്തിനും പ്രതിഫലം നൽകും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെ അറിയുന്ന ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ 2024 ഈ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളിലെല്ലാം ആ ഒരു സിംപ്ലിസിറ്റിയുടെ വരം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമ സഭയിലുണ്ടായിരുന്ന പോലത്തെ ആ ഒരു സിംപ്ലിസിറ്റിയിൽ ക്രിസ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഞങ്ങളോടൊപ്പമുള്ള ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ. ആമേൻ. എല്ലാ പ്രയർ റിക്വസ്റ്റിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾ പ്രയർ റിക്വസ്റ്റൊക്കെ ടൈപ്പ് ചെയ്തു. ഞാൻ ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിലൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ അടുത്തൊരു മെസ്സേജ് ഇങ്ങനെ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രേരണയിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളാണ്. ഇന്ന് 1-2 കാര്യങ്ങൾ കർത്താവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പങ്കുവച്ചായിരുന്നു. എന്നൊരു യാത്രയ്ക്ക് പോയ സമയത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ അത് അടുത്ത ദിവസം പറയാം. അത് കുമ്പസാരത്തെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് പറയാം. അതായത് നമ്മൾ പലപ്പോഴും ഈ കുമ്പസാരം എന്ന് പറയുന്ന കാര്യം ഒരു യാന്ത്രികമായിട്ട് ചെയ്യാറുണ്ട്. അതിനൊരു ചരിത്രം എന്നുള്ളത്
കുമ്പസാരത്തിൻ്റെ ചരിത്രം, സഭയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ എ പേഴ്സൺ ടു ഗെറ്റ് കംപ്ലീറ്റ് റിലീഫ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ഒരു അഭിഷിക്തനോട് നമ്മൾ നമ്മുടെ വേദനകളും നമ്മുടെ ജീവിതത്തിൽ ബലഹീനമാക്കപ്പെട്ട നിമിഷങ്ങളും അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി വന്ന് നിറയപ്പെടുകയും അങ്ങനെ ആ ഒരു ഗ്രേസ്ഫുൾനെസ്സിൽ, ആ ഒരു റിക്കൺസിലിയേഷൻ സാധ്യമാകുന്ന ഒരു കൗൺസിലിങ്ങിനേക്കാളും 10,000 മടങ്ങ് റിലീഫ് കിട്ടുന്ന ഒരു വലിയ അഭിഷേകത്തിന് ശുശ്രൂഷയാണ് ദ സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ. അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഡെപ്ത്നെസ് ഉണ്ട്. അപ്പം അതിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം മനസ്സിലാകുമ്പോഴില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോട്ടല്ലോ അത് റിച്വലിസ്റ്റിക് ആയിപ്പോയി. അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൽ എന്തോ പറഞ്ഞെന്തോ അതിൻ്റെ ആ ഒരു പവർ മിസ്സിങ് ആവുന്നു. അപ്പോൾ ദൈവം, ഞാൻ അടുത്ത ദിവസം വേറൊരു സന്ദേശത്തിൽ അത് പങ്കുവയ്ക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച്. ഗോഡ് വാണ്ട്സ് അസ് ടു നോ ആ സാക്രമെൻ്റ് എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ ഹീലിംഗ് അവർ ഇന്നർ വൂൺസ്. നമ്മുടെ ഇന്നർ വൂൺസ് ഹീലാകാൻ വേണ്ടി. ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫെഷന് പോകുമ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അവിടെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ ടൈം. അതൊരു ഒരു ഒരു റിച്വലല്ല. റിച്വലിനേക്കാൾ ഉപരിയായിട്ട് യേശുവിനോട് നമ്മൾ അവിടെ ഒരു കൺഫെഷൻ, ഞാൻ ഒരു കുറ്റക്കാരൻ എന്നുള്ള നിലയിലുള്ള ആറ്റിറ്റ്യൂഡിലല്ല. എന്താ പറയുന്നത്, ദൈവസന്നിധിയിൽ എൻ്റെ ബലഹീനതകളും വീഴ്ചകളും വേദനകളും ഇറക്കി വെക്കുമ്പോൾ എൻ്റെ ആന്തരിക മനുഷ്യന് യേശു സൗഖ്യം നൽകുന്നൊരു മൊമെൻ്റാണ്. ആന്തരിക മനുഷ്യനിലേക്ക് കർത്താവിൻ്റെ ആ വലിയ പ്രസൻസ്, അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് മനുഷ്യർ വിഷമമുള്ളവരെല്ലാം ഓടി യേശുവിൻ്റെ അരികിൽ വരും. യേശുവിൻ്റെ അരികിൽ വന്നു കഴിയുമ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവിനോട് പറയുമ്പോൾ അവിടെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ കർത്താവ് അവരുടെ തോളെ കൈവച്ചിട്ട് എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അവരനുഭവിച്ചൊരു പവറുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇതിലൂടെ നമ്മളിലേക്ക് കിട്ടുവാണ്. അതിനാണ് കർത്താവ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് തന്നേക്കുന്നത്. പക്ഷേ അതിനെ ഈ റിച്വലിസ്റ്റിക് ആയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു മതാചാരം എന്നുള്ള നിലയിൽ അങ്ങ് പെട്ടു പോവുകയാണ്. അതിനപ്പുറമായിട്ട് അതിനകത്തൊരു ഒരു ഒരു എസൻസ് ഉണ്ട്. അന്നത്തെ മനുഷ്യർ അനുഭവിച്ച്, യേശു പറഞ്ഞില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. അപ്പോൾ ആ ഒരു ആശ്വാസം എന്നുള്ള ആ ഒരു കംഫേർട്ട് മനുഷ്യരിലേക്ക് ദൈവത്തിന് ആത്മാവ് പകർന്നു കൊടുക്കുന്നൊരു മൊമെൻ്റാണ്. അത് യേശു അന്ന് ശരീരത്തിലിരുന്ന് പകർന്നു കൊടുത്ത സംഭവം ഇന്ന് ഈ ഒരു സാക്രമെൻറ്റിലൂടെ പകരപ്പെടുകയാണ്. അപ്പം അത് അവിടെ ഈ കൺഫെഷൻ ഇരിക്കുന്ന വൈദികനും അവിടെ വരുന്ന 2 വ്യക്തിക്ക് ഇത് ഒരേ അളവിൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ഹിയർ. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാം. ഈശോ കൂടുതൽ ആ മെസ്സേജ് തരുന്ന പോലെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ആക്സിഡൻ്റൊക്കെ വന്ന് ഡിസേബിൾഡ് ആയിപ്പോയിട്ടുള്ള വ്യക്തികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ ഇടയിൽ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അവരിൽ ചില ആൾക്കാർക്കൊക്കെ ഉറക്കാൻ പോലും പറ്റാതെ ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ വന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സൗഖ്യം കിട്ടുന്നതിനും റിലീഫ് കിട്ടുന്നതിനും വേണ്ടിയൊക്കെ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. സോ ഹാവ് എ ഗുഡ് നൈറ്റ്. ഇത്രയും നേരം ഈ ഒരു മെസ്സേജ് കേട്ടിരിക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ആവേ മരിയ. ഗോഡ് ബ്ലസ് യു.